ഹായ് ലേൺസ് SSLCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പത്തിലെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. നമ്മുടെ വീഡിയോസുകളും അതുപോലെ ലൈവ്സൊക്കെ പ്രോപ്പർ ടൈമിൽ കിട്ടാൻ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓൺ ചെയ്തിടണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അരിത്തമെറ്റിക് സീക്വൻസിലെ നെക്സ്റ്റ് ടേം കാണുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇതിൽ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സീക്വൻസ് എഴുതിയിട്ടുണ്ട്. ഈ സീക്വൻസിലെ നെക്സ്റ്റ് 2 ടേംസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഇങ്ങനെ ഒരു സീക്വൻസ് തരാം, 2, 4, 6 എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് വന്നിട്ട് നിങ്ങളോട് നെക്സ്റ്റ് ടേം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കാണണ്ടേ? ആദ്യം തന്നെ നിങ്ങൾ ഇതിന് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് പേര് കൊടുക്കുക. നമുക്ക് ഓൾറെഡി സീക്വൻസ് തന്നേക്കുന്നതിന് നമുക്കൊരു പേര് കൊടുക്കാം. അതായത് ഇങ്ങനെ കൊടുക്കുക: x1, x2, x3, x4, x5. ഇങ്ങനെ നമ്മൾ പേര് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ആദ്യം തന്നെ ചെയ്യുക. അപ്പൊ നമ്മൾ തെറ്റിപ്പോവില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ അറിഞ്ഞിരിക്കണം? കോമൺ ഡിഫറൻസ് അറിയണം അല്ലെ? കോമൺ ഡിഫറൻസ് അറിയണം. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡി ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് അടുത്തുള്ള ടേമുകൾ ഉണ്ട് അല്ലെ? നോക്കിക്കേ, x1 x2 ഉണ്ട്, അടുത്തുള്ള ടേമുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? x2 മൈനസ് x1 ചെയ്താൽ മതി. ഈ ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇപ്പൊ x3 എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും കിട്ടുക? x3 ഈക്വൽ ടു x2 പ്ലസ് എന്താണ്? ഡി ആണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവണില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, x2 എന്ന് പറയുന്നത് 4 ആണ്. 4 പ്ലസ് നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ് വന്നേനെ? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരിക? 4 മൈനസ് 2 is equal to 2 എന്ന് വരും അല്ലേ? അപ്പോൾ 4 പ്ലസ് 2 എത്രയാണ്? 6 ആണ് അല്ലേ? നോക്കിയേ, x3 എന്ന് പറയുന്നത് 6 അല്ലേ കിട്ടിയേക്കുന്നത്? ഇനി നമുക്ക് നമുക്ക് x4 കണ്ടുപിടിക്കുക. x4 എന്ന് പറഞ്ഞാൽ x3 പ്ലസ് ഡി ആണ്. അതായത് എന്താണ്? 6 പ്ലസ് 2, അതായത് എത്ര കിട്ടും? 8 അല്ലേ? അപ്പൊ x5 എത്രയായിരിക്കും? x5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x4 പ്ലസ് ഡി ആയിരിക്കും അല്ലേ? x4 എത്രയാണ്? നമ്മളിപ്പോ കണ്ടുപിടിച്ചു, 8 ആണ്. 8 പ്ലസ് 2 എത്രയാണ്? 10. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇനി നമുക്ക് സീക്വൻസ് എടുത്ത് എഴുതാം അല്ലേ? സീക്വൻസ് എങ്ങനെ വരും? 2, 4, 6, 8, 10. ഓക്കെ, ഇങ്ങനെ നമ്മുടെ സീക്വൻസ് പോകും. ഇതാണ് നമ്മൾ ഡി കാണാനായിട്ടുള്ള നമ്മുടെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ?